എല്ലാവർക്കും മാമന മക്കളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ തവണ പോയ ബോട്ടിംഗ് ഇല്ലേ, അതിൻ്റെ അടുത്തായിട്ടൊരു ഹിൽ വ്യൂ പാർക്ക് ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് പോയി നോക്കാം. പാർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ എൻ്റെ പുറകെ കണ്ട അതാണ് നമ്മുടെ ഇടുക്കി ഡാം. നമ്മളന്ന് ആ ബോട്ടിങ്ങിന് പോയപ്പോൾ കണ്ട ഇടുക്കി ഡാം. ഇടുക്കി ഡാം. അങ്ങനെ നമ്മളുടെ യാത്രകൾ തുടരുകയാണ്. രസകരമായ ഇടുക്കി ജലാശയത്തിലെ ബോട്ടിങ്ങിന് ശേഷം നമ്മളിന്ന് കാണുവാൻ പോകുന്നത് ഇടുക്കിയിലെ തന്നെ ഹിൽ വ്യൂ പാർക്കാണ്. മാമന് 20 രൂപയും മക്കൾക്ക് 10 രൂപയുടെയും ടിക്കറ്റുകൾ വാങ്ങി ഇടുക്കിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക്, ചരിത്രങ്ങളിലേക്ക് നമുക്കൊന്നുകൂടി യാത്ര ചെയ്യാം. 1999 പ്രവർത്തനം ആരംഭിച്ച ഈ ഹിൽ വ്യൂ പാർക്ക്, അതിനു മുമ്പ് ഇവിടെ ഒരു നിബിഡമായ വനമേഖലയായിരുന്നു. ഒരു വലിയൊരു ആവാസ വ്യവസ്ഥയുണ്ടായിരുന്നു ഇവിടെ. ആ ഒരു വനമേഖലയിൽ ഇങ്ങനെയൊരു ജലാശയം, ഇങ്ങനെയൊരു പാർക്ക്, ഇത് നമ്മൾക്ക് ആസ്വദിക്കണമെങ്കിൽ ഇതിൻ്റെ ചരിത്രങ്ങളിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യേണ്ടി വരും. നമ്മൾ ബോട്ട് ചെയ്ത സ്ഥലങ്ങളാണ് താഴെ. ബോട്ട് ചെയ്ത് പോയില്ലേ കഴിഞ്ഞ എപ്പിസോഡിൽ, അത് സ്ഥലങ്ങളാണ് താഴെ കാണുന്നത്. അപ്പോൾ ഇടുക്കി ഡാമിൻ്റെ കുറച്ച് കാര്യങ്ങളൂടെ പറയാം, ബാക്കി കാഴ്ചകളിലേക്ക്. വ്യത്യസ്ത രീതിയിലുള്ള 3 അണക്കെട്ടുകൾ, 60 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഒരൊറ്റ ജലാശയം, 5000 മീറ്ററിലധികം നീളമുള്ള തുരങ്കം, ഭൂഗർഭ വൈദ്യുത നിലയം എന്നിങ്ങനെ വിവിധ സവിശേഷതകളാൽ ശ്രദ്ധേയമാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. 1919 ഇറ്റലിക്കാരനായ ജേക്കബ് എന്ന എഞ്ചിനീയർ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇടുക്കിയിൽ ഒരു അണക്കെട്ടിനുള്ള സാധ്യതയെപ്പറ്റി പരാമർശിക്കുന്നത്. പക്ഷേ ആ റിപ്പോർട്ട് തിരുവിതാംകൂർ ഗവൺമെന്റ് പരിഗണിച്ചില്ല. പിന്നീട് മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന WJ ജോൺ 1922 നായാട്ടിന് അദ്ദേഹത്തെ അനുഗമിച്ചിരുന്ന കരുവണ്ണായൻ കൊലുമ്പൻ എന്ന ആദിവാസിയുടെ സഹായത്തോടുകൂടി ഇടുക്കി കണ്ടെത്തി. ഇത്രയും സവിശേഷതകളുള്ള, ചരിത്രമുറങ്ങുന്ന ഇടുക്കി ജലാശയത്തിൻ്റെ വശ്യമായ സൗന്ദര്യം പൂർണ്ണമായും ആസ്വദിക്കുവാൻ കഴിയുന്ന മലമുകളിലെ ഹിൽ വ്യൂ പാർക്കിലൂടെയാണ് നമ്മളുടെ സഞ്ചാരം. കുറവനെയും കുർത്തിയെയും ബന്ധിപ്പിക്കുന്ന മംഗല്യസൂത്രമായ ഇടുക്കി ആർച്ച് ഡാമാണ് പ്രധാന ആകർഷണം. ഇന്ത്യയിലെ 1ാമത്തെ ആർച്ച് ഡാം, ലോകത്തിലെ ഉയരം കൂടിയ 10 ആർച്ച് ഡാമുകളിൽ 1 എന്നീ പദവികൾ ഇത് കൈവരിച്ചിരിക്കുന്നു. വീണ്ടും സഞ്ചാരികളെയുമായി ഇത്രയും വലിയ ജലാശയത്തിലൂടെ ചരിത്രങ്ങളിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ബോട്ട് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ ചെറിയ ബോട്ടിലാണല്ലോ ഈ വലിയ ജലാശയത്തിൽ ഞാനും യാത്ര ചെയ്തത് എന്ന് ആലോചിക്കുമ്പോൾ മനസ്സിലെവിടെയോ ഇപ്പോൾ ഒരു പേടി കടന്നുകൂടിയിരിക്കുന്നു. ചരിത്രങ്ങളിൽ നിന്നും വഴിമാറിയാൽ വളരെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന പാർക്കാണ് ഹിൽ വ്യൂ പാർക്ക്. ഇടുക്കി ജലാശയങ്ങളെ തഴുകിയെത്തുന്ന ഇളം കാറ്റും ഈ കാഴ്ചകളും അതിമനോഹരമാണ് ഒരു സഞ്ചാരിക്ക് സമ്മാനിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കുവാനും ആസ്വദിക്കുവാനും ഇവിടെ സാധിക്കും. കോവിഡ് കാലം ആയതിനാൽ സഞ്ചാരികൾ നന്നേ കുറവാണ്. ഇടുക്കി ഒരു കാർഷിക മേഖലയാണ്. ആയതിനാൽ അവധി ദിവസങ്ങളിലും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവരാണ് അധികവും. അതുകൊണ്ടാവാം ഹിൽ വ്യൂ പാർക്കിലെ സഞ്ചാരികളിൽ അധികവും മറ്റു നാടുകളിൽ നിന്നും ഇടുക്കി കാണുവാൻ എത്തുന്നവരാണ്. വിജനമായ ഈ ഹിൽ വ്യൂ പാർക്കിന്റെ ഒരു സൈഡിലും ചെറിയൊരു ജലാശയമുണ്ട്. ഒരുപാട് മത്സ്യങ്ങളെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇതിലൊരാൾ മത്സ്യത്തിനെ പിടിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. കൊറോണ കാലം ആയതിനാലാവണം ഞായറാഴ്ചയായിട്ടും ഇന്ന് പാതയോരങ്ങൾ വിജനമാണ്. പാർക്കിലെ ഇരിപ്പിടങ്ങളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇനി ഈ ഹിൽ വ്യൂ പാർക്കിൽ നിന്നും
മുകളിലെ മലമുകളിലേക്ക്, അവിടുത്തെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോവാം. മുകളിലെ മലയിലേക്ക് കയറുമ്പോൾ ഒരു പ്രായമായ ഒരു സഞ്ചാരിയെ, ഒരമ്മയെ പരിചയപ്പെടുവാൻ ഇടയായി. അവിടുന്ന് വരുന്ന ആണല്ലേ? കണ്ട ഇപ്പൊ പറഞ്ഞ കേട്ടാ, യാത്രക്ക് പ്രായം ഒരു പ്രശ്നമല്ല, മനസ്സാ വേണ്ടതെന്ന്. എവിടെ പോവാ? പപ്പ അടുത്ത് പോകണോ? ആ ടാറ്റ ടാറ്റ ടാറ്റ. പുരാണങ്ങൾ ചരിത്രങ്ങൾക്ക് വഴിമാറുമ്പോൾ പുരാണങ്ങളെയും വിസ്മരിച്ചുകൂടാ. പണ്ട് വനവാസകാലത്ത് രാമനും സീതയും കണ്ട കാഴ്ചകളിലൂടെ, അവർ ചിലപ്പോഴെങ്കിലും നടന്ന വഴികളിലൂടെ, രാമശാപത്താൽ കല്ലായി തീർന്ന കുറവൻ കുറുത്തി മലകളുടെ ചരിത്രങ്ങളിലൂടെ, ഇടുക്കി ജലാശയത്തിന്റെ വിശേഷണങ്ങളിലൂടെ രണ്ട് സഞ്ചാരികൾ, ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളിൽ യാത്ര ചെയ്യുന്നവർ. അമ്മയുടെ കൊച്ചുമോളുടെ മോളാവാൻ മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു സഞ്ചാരിയും ഒരു അമ്മ സഞ്ചാരിയും. ഇവർ നമുക്ക് നൽകുന്ന സന്ദേശം ഒന്നേയുള്ളൂ: സഞ്ചാരത്തിന് പ്രായം ഒരു മാനദണ്ഡമേ അല്ല. ഇടുക്കിയിൽ വരാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ രാവിലെ തന്നെ ഇടുക്കിയിൽ എത്തിച്ചേരണം. ഇടുക്കി ഡാം സൈറ്റ് കാണാൻ വരുന്നത് രാവിലെ എത്തിച്ചേർന്നാൽ നിങ്ങൾക്ക് പൈനാവ് വന്നിട്ട് ബോട്ടിങ്ങിന് പോകാം. ഒരു 10 മണിയുടെ ബോട്ടിങ്ങിനൊക്കെ പോവുക. ഒരു 1.5 മണിക്കൂർ അങ്ങനെ പോകും. അടിപൊളി ബോട്ടിങ്ങാണ്. ആ ബോട്ടിങ് കഴിഞ്ഞ എപ്പിസോഡിലുണ്ടായിരുന്നു. ബോട്ടിങ്ങിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ 145 രൂപ കഴിഞ്ഞാൽ സുഖമായിട്ട് ബോട്ടിങ് കഴിയും. ബോട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ കാപ്പിയൊക്കെ കുടിച്ചിട്ട് നേരെ ഹിൽ വ്യൂ പോയിന്റിലേക്ക് വരിക. ഹിൽ വ്യൂ പോയിന്റ് അവിടുന്ന് അടുത്ത് തന്നെയാണ്. ഹിൽ വ്യൂ പോയിന്റ് വന്ന് ഇവിടുത്തെ പാർക്കിലെ സൗന്ദര്യവും ഇവിടെ നമുക്ക് ഇടുക്കി ഡാമിന്റെ ഫുൾ സെറ്റ് കാണാൻ പറ്റും. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടിക്കറ്റ് വളരെ തുച്ഛമായ പൈസയുള്ളൂ, 10 രൂപയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്തൊരു പ്ലേസ് ഉണ്ട്. ഇവിടെ ചോറ് കൊണ്ടിട്ട് നേരെ അടുത്ത പ്ലേസ് ഉണ്ട്. അതായത് അടുത്ത് കാൽവരി മൗണ്ട്. അടിപൊളി പ്ലേസ് ആണ്. അടുത്ത എപ്പിസോഡിൽ വരുന്നുണ്ട് കാൽവരി മൗണ്ടിനെ കുറിച്ച്. എക്കോ ടൂറിസ്റ്റിന്റെ പ്രൊജക്റ്റാണ്. ഇതിന്റെ എല്ലാ ദൃശ്യഫയും കിട്ടും. അങ്ങനെ ഇടുക്കി വരുന്ന ഒരു നല്ല ടൂർ നല്ല പ്ലാൻ ചെയ്തോണ്ട്. ഇത്ര കിലോമീറ്റർ നിങ്ങൾ പ്ലാൻ ചെയ്യില്ല, കാരണം ഇവിടെ റോഡൊക്കെ ബെൻഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗൂഗിളിന്റെ ടൈം നോക്കി വരാൻ പറ്റത്തില്ല. ഇടുക്കി വരുന്ന രാവിലെ തന്നെ വരും. ഇങ്ങനെ പ്ലേസുകൾ നേരെ വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾ വരിക. അപ്പോൾ എല്ലാ പ്ലേസും കവർ ചെയ്ത് വൈകിട്ടത്തേക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് നല്ല സന്തോഷമായിട്ട് തിരിച്ചു പോകാൻ പറ്റും. ഇടുക്കി ഹിൽ വ്യൂ പോയിന്റിലെ കാഴ്ചകൾ അവസാനിക്കുന്നുണ്ട്. മുമ്പ് നമ്മൾ കണ്ടുമുട്ടിയ ആ രണ്ട് സഞ്ചാരികളെ ഒന്നുകൂടി കാണുവാൻ ഒരാഗ്രഹം. ഇനി എന്റെ ക്യാമറ കണ്ണുകൾ തിരയുന്നത് അവരെയാണ്. എവിടെയെങ്കിലും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ. എവിടെ പോവാ? മുമ്പ് എവിടെ കണ്ടായിരുന്നല്ലോ. എവിടെ പോവാ? വാ 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 ഓടി വാ. ഇപ്പൊ ഫ്ലൈയിങ് ന്യൂസ് കേട്ടാ? മുമ്പേ കണ്ടതല്ലേ? ടാറ്റാ ടാറ്റാ. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഹിൽ വ്യൂ പാർക്കിന്റെ വിശേഷങ്ങളെല്ലാം? നിങ്ങൾ മുകളിൽ നിന്ന് കണ്ടില്ലേ? അതൊക്കെ സൂപ്പർ അല്ലായിരുന്നു ആ കാഴ്ചകളൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ പോരുത്, അടുത്തൊരു കിടിലം വ്ലോഗുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. കാത്തിരുന്നേക്കണം. ഫേസ്ബുക്ക് മാമനും മക്കളും ലൈക്ക് അടിക്കാൻ മറക്കരുത്. ബൈ. ആനയെ കണ്ടെന്ന് പറയുന്നുണ്ട്. ഓടുവാണ്. ആന കണ്ട